ഖൽബിൽ ഞാൻ കുറച്ചുകൂടെയും നമ്മുടെ ടൈറ്റാനിക് കണ്ടിട്ട് മറ്റേ ജാക്ക് ഡോസിന്റെ ഒരു ആ ബാലൻസ് പക്ഷെ ആ ഒഴുക്കുണ്ട്. മലയാളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സിലെ നസ്രിയ പ്ലേ ചെയ്ത ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. ഒരു 15 വർഷം ക്ലാസിക്കൽ പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞ് വെസ്റ്റേൺ ഹിപ്പ് ഹോപ്പ്, ലൈറ്റ് ഫീറ്റ്, ലോക്കിംഗ് അങ്ങനത്തെ സ്റ്റൈൽസ് ഒക്കെ പഠിച്ചു. പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അതിന്റെ രണ്ടിന്റെ ഫ്യൂഷനാണ്. അപ്പൊ അതിന് സ്ട്രീറ്റോ ക്ലാസിക്കൽ എന്നാണ് ആ സ്റ്റൈലിന്റെ പേര്. റെഫറൻസ് എടുക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത് പറയാമോ, വെളിപ്പെടുത്താമോ? അങ്ങനെയല്ല, എനിക്കൊന്നു മെനി ക്യാരക്ടേഴ്സ് എന്നുള്ളത് എനിക്കൊന്നു ഖൽബിൽ ഞാൻ കുറച്ചുകൂടെയും നമ്മുടെ ടൈറ്റാനിക് കണ്ടിട്ട് മറ്റേ ജാക്ക് ഡോസിന്റെ ഒരു ആ ബാലൻസ് പക്ഷെ ആ ഒഴുക്കുണ്ട്. ഒരു ടൂർ ഗൈഡ് അല്ലേ, അപ്പോഴത്തെ കുറച്ചുകൂടി ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ഇല്ല, അത് ഒരു ഭയങ്കര ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് കുറച്ച് ഓടി നടക്കുന്ന ഒരു ബട്ടർഫ്ലൈ, ഒരു എജിലിറ്റി ആയിട്ടുള്ള. പിന്നെ എനിക്കൊന്ന് ഗോളത്തിൽ കുറച്ചുകൂടി എനിക്കൊന്ന് ഗോളം കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഡാനിയൽ ക്രൈഗിന്റെ മൊത്തം ജെയിംസ് ബോണ്ട് മൂവീസ് ഞാൻ ഒന്നുകൂടെ റീവാച്ച് ചെയ്തു. എന്ന് പറഞ്ഞാൽ പുള്ളിന്റെ ആക്ഷൻ മാത്രമല്ല, പുള്ളിന്റെ ഒരു സർട്ടൻ നോട്ടങ്ങളും സർട്ടൻ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. സോ അത് എന്റെ രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ഹാഫിലും അങ്ങനെ ഒരുപാട് റെഫറൻസ് എടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അത് എന്തൊരു റെഫറൻസ് എടുത്താലും നമ്മുടെ ഒരു ഫ്ലേവർ അതിൽ കൊണ്ടുവരാൻ നോക്കാനാണ് ട്രൈ ചെയ്യുന്നത് വലിയ. അതെ, ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണോ? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലെ ക്യാരക്ടർ പറയാനുണ്ടോ? ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ആളല്ല. ബ്ലോക്ക് ചെയ്തു അവിടത്തെ. ഇനി ഒരുപാട് ചോദ്യം അങ്ങനെയല്ല, ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ആളല്ല. പേഴ്സണലി അങ്ങനെ ക്യാരക്ടർ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് മലയാളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സിലെ നസ്രിയ പ്ലേ ചെയ്ത ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. ഡാൻസിന്റെ സ്റ്റൈലിൽ വരുന്ന സമയത്ത് ഇതൊന്നും ക്ലാസിക്കൽ ഡാൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്, പക്ഷെ റീലിലൊക്കെ കാണുന്ന സമയത്ത് ഇറ്റ്സ് എ മിക്സ് ഓഫ് മെനി ആർട്ട് ഫോംസ് ലൈക്ക് ഡാൻസ് ഫോംസ്. അതൊരു ഫ്യൂഷൻ ആണ് ആക്ച്വലി. ഞാൻ 6 years തൊട്ട് പഠിക്കുവാണ് ക്ലാസിക്കൽ ഡാൻസ്. ഒരു 15 വർഷം ക്ലാസിക്കൽ പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞ് വെസ്റ്റേൺ ഹിപ്പ് ഹോപ്പ്, ലൈറ്റ് ഫീറ്റ്, ലോക്കിംഗ് അങ്ങനത്തെ സ്റ്റൈൽസ് ഒക്കെ പഠിച്ചു. പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അതിന്റെ രണ്ടിന്റെ ഫ്യൂഷനാണ്. അപ്പൊ അതിന് സ്ട്രീറ്റോ ക്ലാസിക്കൽ എന്നാണ് ആ സ്റ്റൈലിന്റെ പേര്. അപ്പൊ ഞാൻ ഇപ്പം കണ്ടില്ലേ മിക്സ് എന്ന് പറഞ്ഞില്ലേ, അതാണ് എന്റെ ഫോട്ടോ. ഒരു സമയത്ത് ക്ലാസിക്കൽ ഡാൻസിനെ മറ്റ് ഫോംസുമായിട്ട് മിക്സ് ചെയ്യുന്നതിനോട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇത്തരത്തിലുള്ള മിക്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്യൂഷൻ വരുന്ന സമയത്ത് അതിന്റെ പ്യോറസ്റ്റ് ഫോമിനെ ഇല്ലാതാക്കുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും സാരംഗിയുടെ ഡാൻസുകൾക്ക് റീലുകൾക്ക് താഴെയൊന്നും അങ്ങനത്തെ ഹെയ്റ്റോ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. വലിയ രീതിയിൽ ആളുകൾ അതിനെ ഏറ്റെടുക്കുന്നുണ്ട്, ആളുകൾ അതിനെ ആസ്വദിക്കുന്നുണ്ട്. അത്രയും വാംത്തുള്ള ഒരു വെൽക്കമിങ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് ചെയ്യുമ്പോൾ ഈ ഒരു ക്രിറ്റിസിസം പേടിയുണ്ടായിരുന്നു, പക്ഷെ അത് കാരണം ചെയ്യാതിരുന്നില്ല. പക്ഷെ അങ്ങനെ ആൾക്കാർ പറയാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ്യൂംസ് തന്നെ, ഭരതനാട്യം കോസ്റ്റ്യൂംസ് നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്തൊക്കെ നമ്മൾ വീഡിയോസിൽ ചെയ്യാറുണ്ട്. അപ്പൊ അതിനൊക്കെ ക്രിറ്റിസിസം ഐ തിങ്ക് ഒരു 1-2 കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കമന്റ് സെക്ഷനിൽ തന്നെ അതിനെ ഞങ്ങളെ ബാക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങളെ ഡിഫെൻഡ് ചെയ്ത് വേറെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. ഒരു എപ്പോഴും ഡാൻസ് അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം എന്ന് പറയുമ്പോൾ ആ ക്രിയേറ്ററിന്റെ ക്രിയേറ്റിവിറ്റിയാണ്. അത് ഇന്നത് തന്നെ ആയിരിക്കണം എന്നൊന്നും ഇല്ല. ഞാൻ ഒരിക്കലും അത് പ്യുവർ ക്ലാസിക്കൽ ആണെന്ന് പറഞ്ഞല്ല എൻ്റെ വീഡിയോസ് ഇറക്കുന്നത്. അത് ഫ്യൂഷൻ ആണ്, മിക്സ് ആണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് എൻ്റെ ക്യാപ്ഷനിലും ഒക്കെ. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇൻ കേസ് അങ്ങനെ കമന്റ്സ് വന്നിട്ടുണ്ടെങ്കിലും ഇത് എൻ്റെ ഡാൻസ് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഓഡിയൻസ് അത് എന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ അല്ല, ലൈക്ക് ഇത് അവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റി, അവരുടേതായ സ്റ്റൈലാണ്. സോ അതിനെ അങ്ങനെ കാണാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ള രീതിക്ക്. സോ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ക്രിറ്റിസിസം ഇപ്പൊ പേടിയില്ല.